ആദ്യം ഒരു കൊലപാതകം ചെയ്യാം, പിന്നീട് ആ ഒരു കൊലപാതകം ചെയ്തത് പുറത്തു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും 2 കൊലപാതകങ്ങളൂടെ ചെയ്യാം, പിന്നെ ഒരു കൊലപാതകം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാം. ഇതൊക്കെ ചെയ്തത് വെറും 17 വയസ്സുള്ള ഒരു പയ്യനാണ്. ഒരുപാടധികം ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞ ഒരു സ്റ്റോറിയാണിത്. അപ്പോൾ ആ 4 സുഹൃത്തുക്കളുടെ കഥയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റിസിൻ ദിസ് സൈഡ്. അന്ന് കൃത്യമായി പറഞ്ഞാൽ മെയ് 18, 2017 മധ്യപ്രദേശിലെ ഗുണ സിറ്റിയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെയായിരുന്നു 17 വയസ്സുള്ള ഹേമന്ത് മീന എന്ന് പറയുന്ന ഒരു പയ്യൻ താമസിച്ചിരുന്നത്. ആ പയ്യൻ തനിക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്ക് വേണമെന്നുള്ളത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ഛനൊരു 40,000 രൂപ എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി പയ്യൻ ബൈക്കും കാര്യങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൻ്റെ സുഹൃത്തുക്കളോട് കൂടിയിട്ട് ബൈക്ക് വാങ്ങാനായിട്ട് ആ ഒരു പയ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതായിരുന്നു. എന്നാൽ അന്ന് രാത്രിയായിട്ടും ആ ഒരു പയ്യനെ ഇവർ കണ്ടില്ല. അപ്പോൾ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കി, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. മകനാണെന്നുണ്ടെങ്കിൽ വരുന്നുമില്ല. ബാക്കി ഫ്രണ്ട്സിനെ വിളിച്ച് നോക്കിയിട്ടൊന്നാണെന്നുണ്ടെങ്കിലും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ലാസ്റ്റ് ഇവർ രണ്ടുപേരും പേടിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ പറഞ്ഞു, നിങ്ങളുടെ മകൻ ഒരു ബൈക്ക് വാങ്ങാൻ പോയതല്ല, അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടി ആയിരിക്കും, എൻജോയ് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വല്ല ലോങ് റൈഡ് എങ്ങാനും പോയിട്ടുണ്ടാവും, എന്തായാലും നാളെ രാവിലെ തിരിച്ചു വന്നോളൂ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് ഈ പാരൻസിനെ പോലീസുകാർ തിരിച്ചയക്കുകയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായിട്ടും തൻ്റെ മകൻ വീട്ടിലോട്ട് വരാത്തത് കൊണ്ട് പേടിച്ചു പോയ അദ്ദേഹം നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് വീണ്ടും കാര്യം പറയുകയാണ്. അപ്പോൾ കൂടെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ്റെ 4 സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയുകയാണ്. ഹൃതിക്, സംസ്കാർ, ലോകേഷ്, പിന്നെ ഹണി ദുബെ എന്ന് പറയുന്ന 4 പേരായിരുന്നു ആളുടെ കൂട്ടുകാർ. അപ്പോൾ ഈ 4 പേരെയും എൻക്വയറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടും എന്നുള്ള ഒരു നിഗമനത്തിലോട്ട് പോലീസുകാർ എത്തുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഒരു ഹേമന്തിനെ കാണാതായി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കോള് ഈ ഒരു ഹേമന്തിൻ്റെ അച്ഛന് വരുന്നത്. നിങ്ങളുടെ മകനായിട്ടുള്ള ഹൃതിക്കിനെ ഞങ്ങളാണ് കിഡ്നാപ്പ് ചെയ്തതെന്നും 50 ലക്ഷം രൂപ പണമായിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ അവനെ വെറുതെ വിടാമെന്നും, ഇല്ലാന്നുണ്ടെങ്കിൽ ജീവനോടുകൂടി അവനെ നിങ്ങൾ കാണില്ല എന്നുള്ള തരത്തിലുള്ള ഒരു ഭീഷണി കോളായിരുന്നു അത്. ഈ ഒരു കോള് വന്ന ഉടനെ ആൾ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് ഈ ഒരു കോളിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ പോലീസുകാർ കൂടുതലായിട്ട് അന്വേഷണം ഊർജിതമാക്കുകയാണ്. അപ്പോൾ അവർ എന്താ പറയുക, ബാക്കി എല്ലാ ഫ്രണ്ട്സിൻ്റെയും വീട്ടിലോട്ട് പോയിട്ട് പരിശോധിക്കുകയാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് ബാക്കി 4 പേരിൽ 3 പേരും അവരുടെ വീട്ടിൽ തന്നെയുണ്ട്. എന്നാൽ ഈ ഒരു ഹൃതിക് എന്ന് പറയുന്ന പയ്യൻ മാത്രം അവിടെ ഇല്ല. ആ ഒരു പയ്യൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പയ്യൻ എങ്ങോട്ട് പോയതാണെന്നുള്ളത് പാരൻസിനും അറിയില്ല, ഫോണാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആ ഒരു കോൾ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് പോലീസുകാർ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഗുണയിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ മാറിയിട്ടുള്ള എന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നായിരുന്നു ആ ഒരു കോള് വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു കോള് വന്നത് ഹേമന്തിൻ്റെ ഫോണിൽ നിന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ആരാണ് വിളിച്ചത്, അതേപോലെ ഈ ഒരു ആളുകളെ ട്രാക്ക് ചെയ്യാൻ നോക്കിയിട്ടും പോലീസിനെ കൊണ്ട് നടപടിയായില്ല. ഇത്രയൊക്കെ ആയപ്പോൾ ഹൃതിക്കിനെ പോലീസിന് സംശയം തോന്നുകയാണ്. ഈ ഒരു പയ്യനെ എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കും എന്നുള്ള ആ ഒരു ഐഡിയയിൽ പോലീസുകാർ ഈ ഒരു പയ്യനെ ട്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ആ പയ്യനെ കാണാതായി 2 ദിവസങ്ങൾക്ക് ശേഷം ഗുണ സിറ്റിയുടെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് അധികം ആളുകളൊന്നും പോവാത്തൊരു റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ നിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം പോലീസുകാർ അറിയുകയാണ്. ഉടനെ തന്നെ പോലീസുകാർ അവിടെ എത്തി നോക്കുകയായിരുന്നു. ഹേമന്തിൻ്റെ ബോഡിയാണോ അത് എന്നുള്ളൊരു സംശയത്തിലായിരുന്നു പോലീസുകാരെത്തിയത്. എന്നാൽ അവിടെ എത്തി നോക്കിയപ്പോഴാണ് പോലീസിന് അത് ഹൃതിക്കിൻ്റെ ബോഡിയാണെന്നുള്ളത് മനസ്സിലാകുന്നത്. കഴുത്തിലും നെഞ്ചത്തും കുത്തേറ്റ നിലയിൽ കൊല്ലപ്പെട്ട് കിടക്കുകയായിരുന്നു ആ ഒരു പയ്യൻ. അപ്പോൾ ആ ഒരു പയ്യൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ പരിശോധിച്ചപ്പോൾ പോക്കറ്റിൻ്റെ ഉള്ളിൽ നിന്നൊരു ബസ് ടിക്കറ്റ് കിട്ടുകയാണ്. അപ്പോൾ ഇൻഡോറിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ബസ് ടിക്കറ്റ് ആയിരുന്നു അത്. അപ്പോൾ ഈ പയ്യനായിരിക്കും ഇൻഡോറിൽ നിന്ന് ഈ ഹേമന്തിൻ്റെ പേരൻസിനെ വിളിച്ചിട്ടുണ്ടാകുക എന്നുള്ള ഒരു നിഗമനത്തിലോട്ട് പോലീസുകാരെത്തുകയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു ഞെട്ടിക്കുന്ന വാർത്ത പോലീസിന് ലഭിച്ചത്. കാട് പിടിച്ച ഏരിയയിൽ ഹേമന്തിൻ്റെ മറ്റൊരു ഫ്രണ്ടായിട്ടുള്ള ലോകേഷും മരിച്ചു കിടക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു അത്. അവർ ചെന്ന് നോക്കുമ്പോൾ സെയിം മാനറിലായിരുന്നു ഈ ഒരു ലോകേഷും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കഴുത്തിലും നെഞ്ചത്തും കുത്തേറ്റ പാടുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോലീസിന് ഇതൊരു സീരിയൽ കൊലപാതകമായിട്ട് ഫീൽ ചെയ്യാണ്. അതേപോലെ തന്നെ ഹേമന്തിനാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയെന്ന് അറിയേയില്ല. ഇനിയിപ്പോൾ അടുത്തത് ആരെങ്കിലും കൊല്ലപ്പെടുമോ എന്നുള്ളൊരു ഭയവും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ കൂടുതൽ ഊർജിതമായിട്ട് കേസ് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഹേമന്തിൻ്റെ അച്ഛനെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് വീണ്ടും. അപ്പോഴാണ് ഹേമന്തിൻ്റെ അച്ഛൻ ചില സംശയങ്ങൾ പോലീസുമായിട്ട് പങ്കുവെക്കുന്നത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ മകൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഹണി ദുബൈയുടെ അമ്മയായിട്ടുള്ള പൂനം ദുബൈ ആളത്ര എന്താ പറയുക നിസ്സാരകാരിയല്ല. അവർക്ക് പല പുരുഷന്മാരുമായിട്ടും പലതരത്തിലുള്ള ബന്ധമുണ്ട്. അപ്പോൾ അത് ത്രൂ അവർ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പൈസക്ക് വേണ്ടി അവരെന്തും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളും അവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, തൻ്റെ മകനെ തിരോധാനവും അവരും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് തനിക്ക് സംശയം ഉണ്ടെന്നുള്ള കാര്യം ആൾ പോലീസിൻ്റെ അടുത്ത് പറയുകയായിരുന്നു.
വിവരം അറിഞ്ഞ പോലീസുകാർ നേരെ വീണ്ടും ഈ ഒരു ഹണി ദുബൈയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം ആ ഒരു വീട്ടിലെത്തിയ സമയത്ത് ഈ ഒരു ഹണി ദുബൈനെ മാത്രമേ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളൂ, ആ ഒരു അമ്മയെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവർ ആ ഒരു സ്ത്രീയെ കസ്റ്റഡിയിൽ എടുക്കുകയാണ്, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാനും തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ ഫോണും കാര്യങ്ങളും എല്ലാം തന്നെ ചെക്ക് ചെയ്യുകയാണ്. ആ ഒരു ടൈമിലാണ് ഒരുപാടധികം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നത്. അതായത് ഹേമന്തുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവരുടെ ഫോണിലുണ്ടായിരുന്നു. കോൾ ഡീറ്റെയിൽസും മറ്റുമൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഹേമന്തുമായിട്ട് ഒരുപാടധികം നേരം സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസും മറ്റും എല്ലാം തന്നെ പോലീസിന് ലഭിക്കുകയായിരുന്നു. ഇതൊക്കെ കൂടെ കണ്ട് പോലീസുകാർ ആകെപ്പാടെ ഷോക്കാവുകയാണ്. അതായത് 17 വയസ്സുള്ള ഹേമന്തും 42 വയസ്സുള്ള ഈ ഒരു പൂനം എന്ന് പറയുന്ന സ്ത്രീയും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. പോരാത്തതിന് ഈ ഒരു പയ്യൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂനത്തിൻ്റെ മകൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഇവർ ഇൻറ്ററോഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കൂടെ ആ ഒരു സ്റ്റേഷനിൽ സംഭവിക്കുകയാണ്. പല പ്രമുഖരുടെ കയ്യിൽ നിന്നും വിളികളും കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇവരെ രക്ഷിക്കാനായിട്ട് പലരും ഡെസ്പറേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊലപാതകവും ഇവരും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിന് വരികയാണ്. പോലീസുകാർ നല്ല രീതിയിൽ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഒരുപാടധികം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ ഹേമന്തും ഹണി ദുബൈയും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അതുകൊണ്ട് തന്നെ ഹേമന്ത് ഇടയ്ക്കിടെ ഈ ഹണി ദുബൈയുടെ വീട്ടിലോട്ട് പോകാറുണ്ടായിരുന്നു, പൂനത്തിനെ കാണാറുണ്ടായിരുന്നു, സംസാരിക്കാറുണ്ടായിരുന്നു. പൂനാണെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ്റെ അടുത്ത് വളരെ ക്ലോസ് ആയിട്ടായിരുന്നു പെരുമാറിയിരുന്നത്. അവർ നല്ല കമ്പനിയായിരുന്നു. ഈ ഒരു ഹേമന്തിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ പാരൻസ് രണ്ടുപേരും എന്താ പറയുക, നല്ലൊരു പൊസിഷനിൽ ഗവൺമെൻറ് സെക്ടറിൽ ഇരിക്കുന്ന ആളുകളാണ്. ഫൈനാൻഷ്യലി യാതൊരു സീനും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇവർക്ക് പാരമ്പര്യമായിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്വത്തിലൊക്കെ ആയിരുന്നു ഈ പൂനത്തിൻ്റെ കണ്ണ്. ഈ പയ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ എഫേർട്ടൊന്നും ഇല്ലാതെ ഒരുപാടധികം പൈസ അടിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ചിന്ത ഈ ഒരു സ്ത്രീക്ക് വരികയാണ്. അങ്ങനെ ഈ ഒരു പയ്യനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് ഇടപഴകാനായിട്ട് തുടങ്ങി. ഇതൊക്കെ ആയപ്പോൾ ഈ പയ്യൻ്റെ മനസ്സിലും ചില ആഗ്രഹങ്ങൾ ജനിക്കുകയാണ്. അങ്ങനെ ഒരു ഹണി ദുബൈ ഇല്ലാത്ത ടൈമിലും ആ പയ്യൻ വീട്ടിലോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ പൂനവുമായിട്ട് പിന്നെയും ക്ലോസ് ആയി. ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിലുള്ള ഫിസിക്കൽ റിലേഷൻഷിപ്പും കാര്യങ്ങളും എല്ലാം തന്നെ സ്റ്റാർട്ട് ആവുകയാണ്. അങ്ങനെ അത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ഒരു 17 വയസ്സിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ സ്ഥിരമായിട്ട് ആ ഒരു പയ്യൻ ആ ഒരു വീട്ടിലോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ഈ സ്ത്രീ അപ്പോൾ കാശും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടാനായിട്ട് തുടങ്ങി. ഇപ്പോൾ ഈ പയ്യൻ നേരെ വീട്ടിൽ പോയിട്ട് അതും ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പൈസ വാങ്ങിയിട്ട് ഈ ഒരു സ്ത്രീക്ക് കൊണ്ട് കൊടുക്കുന്നത് പതിവായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും മറ്റുമൊക്കെ ചേർത്ത് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മോഷ്ടിച്ചും ഈ ഒരു സ്ത്രീക്ക് ആ പയ്യൻ കൊണ്ടു കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടെ ഈ ഒരു ഹണി ദുബൈയുടെ വീട്ടിലോട്ട് മകൻ പോകുന്നത് കണ്ട അച്ഛൻ ഈ പയ്യനെ വിലക്കിയിട്ടുണ്ടായിരുന്നു. ആ സ്ത്രീ ഒരു മോശം സ്ത്രീയാണെന്നും പല ആളുകളായിട്ട് ബന്ധമുണ്ടെന്നും നീ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകരുത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഹേമന്തിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഹേമന്ത് അത് വലിയ കാര്യമാക്കിയില്ല. അങ്ങനെ ഹേമന്തിൻ്റെയും പൂനത്തിൻ്റെയും റിലേഷൻഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ആ ഒരു സമയത്താണ് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നത്. അതായത് ഇവർ രണ്ടുപേരും വീട്ടിൽ ഇതേപോലെ തന്നെ ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുന്ന ടൈമിൽ അപ്രതീക്ഷിതമായിട്ട് ഹണി ദുബൈ വീട്ടിലോട്ട് കയറി വരികയാണ്. ആ പയ്യൻ ജനലിലൂടെ തൻ്റെ അമ്മയെയും ആത്മാർത്ഥ സുഹൃത്തിനെയും കാണുകയും ചെയ്തു. ആ ഒരു ടൈമിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ആ പയ്യൻ പുറത്തു പോയിരുന്ന് കരയുകയാണ്. അതേപോലെ തന്നെ വല്ലാത്തൊരു പ്രതികാരദാഹം ഉടലെടുക്കുകയും ചെയ്തു. അമ്മയുടെ അടുത്ത് ആ പയ്യന് വിഷമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിലും തൻ്റെ സുഹൃത്തിനെ ഇത് ചെയ്ത് തൻ്റെ സുഹൃത്തിനോട് പ്രതികാരം ചോദിക്കണം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ആ പയ്യൻ്റെ മൈൻഡിൽ ഉണ്ടാവുകയാണ്. എങ്ങനെയെങ്കിലും അവനെ കൊന്നു കളഞ്ഞാലേ തൻ്റെ ആ ഒരു എന്താ പറയുക വിഷമം തീരുള്ളൂ എന്നുള്ളൊരു ചിന്ത ആ പയ്യൻ്റെ ഉള്ളിലുണ്ടാവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് സമയം ആ പയ്യൻ നോക്കിയിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മെയ് 18, 2017 കറക്റ്റായിട്ടുള്ള ഒരു ഒക്കേഷൻ വരുന്നത്. അതായത് ഈ പയ്യൻ തൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 40,000 രൂപ വാങ്ങിയിട്ട് ബൈക്ക് വാങ്ങാനായിട്ട് തൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പോവുമായിരുന്നു. അപ്പോൾ ഈ ഹണി ദുബൈ പറഞ്ഞു, നീ എന്തായാലും ബൈക്ക് വാങ്ങാൻ പോവല്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിയർ വാങ്ങിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഈ പയ്യനും ഓക്കെ പറഞ്ഞു. ഇവർ നേരെ തന്നെ ബിയറൊക്കെ വാങ്ങിയിട്ട് ഒരു കാടിൻ്റെ അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ കാടിൻ്റെ അകത്ത് കയറിയിരുന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊന്നും കാണില്ല, ഇത്തിരി സേഫായിട്ട് ഇരുന്ന് അടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കൂടെയും ആ ഒരു കാടിൻ്റെ അകത്തോട്ട് കയറി. അങ്ങനെ ഇവർ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ ഒരു ഹണി ദുബൈ മാത്രം വലിയ കാര്യമായിട്ട് മദ്യപിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള എല്ലാവരും മദ്യപിക്കുന്നുണ്ടായിരുന്നു. അവസാനം ഒരു ടൈം കിട്ടിയ ടൈമിൽ ഈ ഹേമന്ത് തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയർ ബോട്ടിലെടുത്ത് ആ ഒരു പയ്യൻ്റെ തലക്കടിക്കുകയായിരുന്നു. തല പൊളിഞ്ഞ് രക്തം വരാനായിട്ട് തുടങ്ങി. അതുകൊണ്ടൊന്നും നിർത്താതെ ആ പൊട്ടിയ ബിയർ ബോട്ടിലെടുത്ത് ഈ ഒരു പയ്യൻ്റെ നെഞ്ചത്ത് പലതവണ കുത്തി ആ ഒരു സ്പോട്ടിൽ കൊലപ്പെടുത്തുകയായിരുന്നു.
ഇത് കണ്ട് ബാക്കിയുള്ള 3 സുഹൃത്തുക്കളും ആകപ്പാടെ ഷോക്കായി പോയി. എന്താണ് നീ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അവരാകപ്പാടെ എന്ത് ചെയ്യുന്ന അറിയാതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ടൈമിൽ കരഞ്ഞുകൊണ്ട് ഹണി ദുബൈ നടന്ന എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതായത് തൻ്റെ അമ്മയും ഇവനും തമ്മിൽ അരുതാത്തൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെന്നും താനത് തന്നെ കണ്ണുകൊണ്ട് കണ്ടെന്നും എനിക്ക് അവനോട് ഇനി ക്ഷമിക്കാൻ പറ്റില്ല എന്നും അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, നിങ്ങൾ ഇത് ആരോടത്തും പറയരുത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ ആ പയ്യൻ്റെ കയ്യിൽ ബൈക്ക് വാങ്ങാനുള്ള പൈസ ഉണ്ടായിരുന്നല്ലോ, അത് ഇവരെല്ലാവരും പങ്കിട്ടെടുക്കുകയും ചെയ്തു. ഇതെല്ലാ കഥയും കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ഹണി ദുബൈയുടെ ഫ്രണ്ട്സും ഈ ഹണി ദുബൈയുടെ ഭാഗത്ത് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, തൻ്റെ ഒരു സ്വന്തം സുഹൃത്തിൻ്റെ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അപ്പോൾ അവൻ ചെയ്തത് തെറ്റാണ്, അപ്പോൾ ഹണി ദുബൈ ചെയ്തത് ശരിയാണ് എന്നുള്ളൊരു നിലപാടിലോട്ട് ബാക്കിയുള്ള സുഹൃത്തുക്കൾ കൂടെ എത്തുകയാണ്. അതിനുശേഷം അവിടെ ഒന്നും നടക്കാത്തതുപോലെ ഇവരുടെ ആ ഭാഗമുള്ള പൈസയും വാങ്ങിയിട്ട് ഓരോരുത്തരുടെ വീട്ടിലോട്ട് പോവുകയാണ്. ആരും ആരോടൊന്നും പറഞ്ഞില്ല. എന്നാൽ ഹണി ദുബൈ തൻ്റെ അമ്മയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അതായത് നിങ്ങളെയും എൻ്റെ സുഹൃത്തിനെയും ഞാൻ ഇതേപോലെ തന്നെ കാണാൻ പാടില്ലാത്ത രീതിയിൽ കണ്ടു, എനിക്ക് ആ ദേഷ്യം സഹിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ആ പയ്യനെ തലക്കടിച്ചും അതേപോലെ തന്നെ കുത്തിയും കൊലപ്പെടുത്തി എന്നുള്ളൊരു കാര്യം തൻ്റെ അമ്മയായിട്ടുള്ള പൂനത്തിൻ്റെ അടുത്ത് ഈ ഒരു പയ്യൻ പറയുകയായിരുന്നു. ഇത് കേട്ട പൂനം തൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നീ ചെയ്യാനുള്ളത് ചെയ്തു, അവനെ നീ എന്തായാലും കൊന്നു, നിൻ്റെ ഫ്രണ്ട്സ് ഇന്നല്ലെങ്കിൽ നാളെ വായ തുറക്കാനായിട്ട് ചാൻസ് ഉണ്ട്, അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിൽ നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ വായ അടപ്പിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്കും കുറച്ചുകൂടെ പൈസ കിട്ടുകയെന്നുണ്ടെങ്കിൽ നല്ലതല്ലേ, അതിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ഒരു കിടിലൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഈ ഒരു പയ്യൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഈ ഒരു ഹേമന്ത് കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം നിങ്ങൾക്ക് 4 പേർക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലാതെ വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ട് ഈ ഒരു ഹേമന്തിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ആ പയ്യനെ കിഡ്നാപ്പ് ചെയ്തതാണെന്നും പൈസ വേണമെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക. അവരുടെ കയ്യിൽ ഒരുപാട് പൈസ ഉള്ളത് കൊണ്ട് തന്നെ അവർ പൈസ തരും. അപ്പോൾ നമുക്ക് ആ പൈസയിൽ കുറച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ പിന്നെ അവർ മിണ്ടില്ല, പിന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പൈസയും കിട്ടും, അപ്പോൾ വലിയ സീനൊന്നും ഉണ്ടാകില്ല എന്നുള്ളൊരു ഉപദേശമായിരുന്നു പൂനം തൻ്റെ മകനായിട്ടുള്ള ഹണി ദുബൈക്ക് കൊടുത്തത്. അപ്പോൾ ഇതിൽ കൺവിൻസ്ഡ് ആയിട്ടുള്ള ഹണി ദുബൈ തൻ്റെ സുഹൃത്തുക്കളെ വിളിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു പ്ലാൻ പറയുകയും ചെയ്തു. എന്തായാലും നമ്മൾ ഇങ്ങനെയുള്ളൊരു കാര്യം ചെയ്തു, അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുക എന്നുണ്ടെങ്കിൽ നല്ലതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് അവരെ കൺവിൻസ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പേരിൽ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് കിട്ടിയത് ഹൃതിക്കിനായിരുന്നു. അങ്ങനെയാണ് ഹൃതിക്ക് വീട്ടിൽ ആരോടും പറയാതെ ഈ പയ്യൻ്റെ ഫോൺ കൊടുത്ത് നേരെ ഇൻഡോറോട്ട് പോയതും അവിടെ നിന്ന് ഇത്തരത്തിലുള്ളൊരു കോള് വിളിക്കുന്നതും അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും. എന്നാൽ അതിനിടയിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത്. പോലീസുകാർ ഈ 4 സുഹൃത്തുക്കളുടെയും വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ഹൃതിക്ക് മാത്രം വീട്ടിലില്ല. അതുകൊണ്ട് ഹൃതിക്കിൻ്റെ മേൽ സ്വാഭാവികമായിട്ടും പോലീസിന് സംശയം വരികയാണ്. അപ്പോൾ ഈ ഒരു വിവരം ഈ പൂനവും അതുപോലെ തന്നെ ഈ ഹണി ദുബൈയും അറിയുകയാണ്. അപ്പോൾ ഹൃതികിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യുമെന്നും അപ്പോൾ ഈ പയ്യൻ നടന്ന കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ജയിലിൽ പോയി കിടക്കേണ്ടി വരുമെന്നുള്ള കാര്യം പൂനം തൻ്റെ മകൻ്റെ അടുത്ത് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് മകൻ ചോദിച്ചപ്പോൾ അവരെയും കൂടെ കൊന്നു കളഞ്ഞാലേ രക്ഷപ്പെടുള്ളൂ എന്ന തരത്തിലായിരുന്നുള്ളൂ ഈ അമ്മ പറഞ്ഞത്. ഹൃതിക്ക് വന്ന ടൈമിൽ ആരുമില്ലാത്ത ആ ഒരു പാളത്തിൻ്റെ അവിടെ വെച്ച് കാണാമെന്ന് ഈ ഒരു ഹണി ദുബൈ പറയുകയാണ്. അങ്ങനെ ഇവർ 2 പേരും ബാക്കിയുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ സംസാരിച്ച് പാളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ആ ഒരു പയ്യൻ പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഈ ഹണി ദുബൈ ഒളിപ്പിച്ച് വെച്ചിരുന്ന കത്തി എടുത്തുകൊണ്ട് ആ പയ്യൻ്റെ കഴുത്തിലും നെഞ്ചത്തും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് മൂപ്പര് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. നേരെ വീട്ടിലോട്ട് പോയ ഹണി ദുബൈ ഇതൊന്നും അറിയാത്തതുപോലെ തൻ്റെ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. എന്നാൽ ഇതെല്ലാം തന്നെ ഇവരുടെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള ലോകേഷ് നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലോകേഷ് ഈ ഒരു ഹണി ദുബൈനെ വിളിച്ച് കാര്യം പറഞ്ഞു. അതായത് നീയാണ് ഈ ഹൃതിക്കിനെ കൊന്നതെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്, അപ്പോൾ അവനുള്ള ഷെയർ കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കും നീ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെയായിരുന്നു ആ ഒരു പയ്യൻ വിചാരിച്ചിരുന്നത്. അതായത് ഈ ഒരു ഹൃതിക്കിന് എന്തായാലും ഷെയർ കൊടുക്കേണ്ടി വരുമല്ലോ, അപ്പോൾ അത് കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു പയ്യനെ കൊന്നതെന്നുള്ളതായിരുന്നു ഈ ഒരു എന്താ പറയുക ലോകേഷ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോകേഷ് പറഞ്ഞു, നിങ്ങൾക്ക് റാൻസം എമൗണ്ട് കിട്ടുന്ന പൈസയിൽ നിന്ന് എനിക്ക് ഒന്നും തന്നെ വേണ്ട, പക്ഷേ എനിക്ക് പൈസക്ക് കുറച്ച് ആവശ്യമുണ്ട്, ആ പൈസ നിങ്ങൾ എനിക്ക് തരണം. ആ പൈസ എനിക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളെ ഇതിൻ്റെ കാര്യം പറഞ്ഞ ശല്യം ചെയ്യുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വരികയില്ല എന്നുള്ള കാര്യം തീർത്ത് പറയുകയാണ്. ഇനിയിപ്പോൾ ആ പൈസ തന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകം ചെയ്തത് നീയാണെന്നുള്ള കാര്യം ഞാൻ പോലീസിൽ പോയിട്ട് പറയുമെന്നുള്ളൊരു ഭീഷണിയും ലോകേഷിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഈ ഒരു ഭീഷണി കേട്ട് പൂനവും അതുപോലെ തന്നെ ഹണി ദുബൈയും ആകെപ്പാടെ പേടിച്ചു പോയി. ഈ പയ്യൻ ഈ പറഞ്ഞ പോലെ തന്നെ നേരെ സ്റ്റേഷനിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ 2 പേരും കൊടുക്കുന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു പയ്യനെ സെറ്റിലാക്കാനായിട്ട് ഇവർ തീരുമാനിച്ചു. അങ്ങനെ ഈ പയ്യൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ 2 ലക്ഷം രൂപ സെറ്റ് ചെയ്തിട്ടുണ്ട്,
അപ്പോൾ ഹേമന്തുമായിട്ട് അന്ന് പോയി ആ കാടിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് നീ വായോ, അവിടെ വെച്ച് ഇങ്ങനെ ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. വേറെ കൂടുതലൊന്നും ചിന്തിക്കാതെ ലോകേഷ് നേരെ അങ്ങോട്ട് പോവുകയാണ്. എന്നാൽ ഈ ഒരു ഹണി ദുബെ കറക്റ്റ് പ്ലാനായിട്ടായിരുന്നു വന്നത്. അവിടെ എത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഈ ലോകേഷ് പ്രതീക്ഷിക്കാത്ത സമയത്ത് നേരെ ഒരു കത്തി എടുത്തിട്ട് ഈ പയ്യൻ്റെ കഴുത്തിലും അതുപോലെ തന്നെ നെഞ്ചത്തും കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്തു. ഇത് കഴിഞ്ഞായിട്ട് ഹണി ദുബെ നേരെ വീട്ടിലോട്ടെത്തി. പിന്നീട് പൂനവും ഹണി ദുബയും സംസാരിക്കുകയാണ്. അപ്പോൾ ഹേമന്തിനെ ഈ ഹണി ദുബെയാണ് കൊലപ്പെടുത്തിയതെന്ന് അറിഞ്ഞ 3 പേരിൽ 2 പേര് ഇപ്പോൾ കൊല്ലപ്പെട്ടു, 2 പേര് മരിച്ചു. ഇനി ആകപ്പാടെ ഒരു പയ്യനും കൂടെ ഉള്ളൂ, സംസ്കാർ. അപ്പോൾ ആ ഒരു പയ്യനെയും കൂടെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊലപാതകങ്ങളുടെ വിഷയം ഒന്നും തന്നെ പുറത്തോട്ട് വരില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു പൂനം തൻ്റെ മകൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇവർ 2 പേരും കൂടെ ആ ഒരു സംസ്കാരനെയും കൂടെ കൊല്ലാനായിട്ടുള്ള പ്ലാൻ ഇടുകയായിരുന്നു. എന്നാൽ ആ ഒരു പ്ലാൻ നടന്നില്ല. അതിന് മുൻപ് തന്നെ ഈ ഒരു ഹേമന്തിൻ്റെ അച്ഛൻ പോലീസിൻ്റെ അടുത്ത് തനിക്ക് ഈ ഒരു പൂനമിനെ സംശയമുണ്ടെന്ന് പറയുകയും അതേപോലെ തന്നെ പോലീസുകാർ ഇവരെ കസ്റ്റഡിയിലെടുത്ത് ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യലിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ചെയ്തു. എന്നിട്ട് കാടിൻ്റെ അകത്ത് ഇവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു ഹേമന്തിൻ്റെ ബോഡിയും കാര്യങ്ങളും എല്ലാം പോലീസുകാർ റിക്കവർ ചെയ്യുകയും ചെയ്തു. അതായത് പോലീസുകാർ ഈ ഒരു കേസിൽ കുറച്ചുകൂടെ ലാഗാവുകയായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു കൊലപാതകം കൂടെ നടന്നാനെ, അതായത് സംസ്കാർ കൂടെ കൊല്ലപ്പെട്ടാനെ. ഈ ഒരു കേസ് കേട്ടിട്ട് പോലീസുകാർ തന്നെ ആകപ്പാടെ ഞെട്ടിപ്പോയി. ഒരു അമ്മ കാരണം മകനൊരു കൊലയാളിയായി, അതും ഒരു കൊലയല്ല. ആദ്യം അമ്മയുടെ ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് കണ്ടിട്ട് തൻ്റെ സ്വന്തം കൂട്ടുകാരനെ കൊന്നു. പിന്നീട് അത് മറക്കുന്നതിന് വേണ്ടിയിട്ട് 2 കൊലപാതകങ്ങൾ കൂടെ നടത്തി. പിന്നീട് ഒരു കൊലപാതകം കൂടെ നടത്താനുള്ള പ്ലാനും ഉണ്ടായിരുന്നു. പണത്തിന് വേണ്ടിയിട്ട് കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള എല്ലാ കൊലപാതകങ്ങളും നടത്തിയത്. ഈ ഒരു ഇൻസിഡൻ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് ആ പയ്യന് 17 വയസ്സായിരുന്നു പ്രായം. അതുകൊണ്ട് തന്നെ ജുവനൈൽ ഹോമിലോട്ട് വിടണമെന്നും മൈനറായിട്ട് മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള തരത്തിലുള്ള ഒരുപാടധികം ഒബ്ജെക്ഷൻസ് ഒക്കെ ഉണ്ടായി. എന്നാൽ ആ ഒരു പയ്യൻ മേജർ ആയതിന് ശേഷം എന്താ പറയുക, മേജറായിട്ട് തന്നെ ട്രീറ്റ് ചെയ്തിട്ട് ആ ഒരു പയ്യന് ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു കോടതി വിധിച്ചത്. അതേപോലെ തന്നെ ഒരു പൂനം എന്ന് പറയുന്ന സ്ത്രീക്കും ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കേസായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേസിനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത്, നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റദീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.